ഹലോ, നമുക്ക് കുറച്ച് ബാംഗ്ലൂർ കാഴ്ചകൾ കാണാം. നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഇത്, ഹോട്ടൽ ടൗൺ ഹാൾ. നല്ല അടിപൊളിയാണ്, കുറച്ച് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. റൂമിനൊക്കെ നല്ല റേറ്റാണ് ബാംഗ്ലൂർ. പിന്നെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതൊരു ഹോസ്പിറ്റലാണ്. പിന്നെ രാവിലെ തന്നെ കുറച്ച് ബ്ലോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ നല്ല ബ്ലോക്കാണ്. പിന്നെ നമ്മളൊരു ഊബർ ഓട്ടോ ബുക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവുകയാണ്. അവിടുന്ന് കുറച്ച് ദൂരെ ഉണ്ടായില്ലോ. പിന്നെ നമ്മൾ അതിന് മുന്നേ ചായ കുടിക്കാൻ വിചാരിച്ച ഒരു ഹോട്ടലിൽ കയറി. അവിടെ സെൽഫ് സർവീസാണ്, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോയിട്ട് കഴിക്കണം. നല്ല പൊന്തി നിൽക്കുന്ന പൂരിയാണ് ഉണ്ടായത്. അതൊരാഴ്ചയാണ് എടുത്തിട്ട് കൊണ്ടിരുന്ന പൂരി. എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ഇവിടെ അവിടെ എത്തി, പൂന്തോട്ടത്തിലെത്തി. അത്ര 240 ഏക്കറിലാണ് ഈ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ രാജാവായ ഹൈദരാലിയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് കേൾക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് പൂവും മരങ്ങളും പിന്നെ ഓരോ രാജാവിൻ്റെ ഓരോ കൊട്ടാരവും അതൊക്കെ കാണാനുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ആ വണ്ടിയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ വണ്ടി കണ്ടപ്പോൾ വിചാരിച്ച് നടക്കണ്ടല്ലോ എന്ന്. ഇത്രയും 240 നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കാലൊക്കെ വേദനിക്കൂലേ. അതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് നടന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ആ വണ്ടി കയറി പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നടന്നു. കാറ്റാടി മരത്തിൻ്റെ അടുത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പ്, നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ ഇവിടുത്തെ മരങ്ങൾ, ഏറ്റവും കൂടുതൽ മരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത്രയും സ്റ്റൈലുള്ള മരങ്ങളും നല്ല അടിപൊളി കാണാൻ പറ്റിയ വലിയ എത്രയോ കൊല്ലം 200 കൊല്ലം പഴക്കമുള്ള മരങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ പാറേൻ്റെ മേലെ കയറിയുന്ന നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെയും കയറി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്ത്. രാജേഷാണീൻ്റെ മേലെ വന്നിട്ടില്ല, കാലുവേദനയായതുകൊണ്ട്. പിന്നെ ബോഗൻ വില്ലേൻ്റെ ഒരു തണൽ മരം ഉണ്ട്, അതിന് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മളെ ഗൈഡാണിത്. നമ്മൾ ഇവരെ വണ്ടിയിലാണ് പോയത്. നല്ല ഗൈഡൊക്കെ പറഞ്ഞു തന്നു, ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയത്, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മരത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ കായ് കിഡ്നി സ്റ്റോണിനൊക്കെ നല്ലതാ പറഞ്ഞു. പിന്നെ ഒരു തടാകമുണ്ട്. ഇതിൻ്റെ അകത്ത് രണ്ട് തടാകമായിട്ടുണ്ട്. പിന്നെ ഈ മരം, കുറേ മരങ്ങളാണ് കാണാനുള്ളത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 4 മണി to 9 മണി വരെ ഇവിടെ ഫ്രീ പാസ്സാന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയത്. ഇവിടെയാണ് ഫ്ലവർ ഷോ നടക്കാറ്. റിപ്പബ്ലിക് ഡേയിലാണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഒരു എന്തൊരു ചെതൽപ്പുറ്റ് പോലെ എന്തോ സംഭവം ഇങ്ങനെ അതിൽ ചുറ്റും ഫ്ലവറൊക്കെ നിറച്ചിട്ടാണ്. പിന്നെ നമ്മളോട് അവർ പറഞ്ഞു ഒരു 5 മിനിറ്റ് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞു. ഇവിടെയാണ് ഫുൾ ഫ്ലവർ ഷോ നടക്കുന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. 100 രൂപയാണ് ഒരാൾക്ക്. ഏതൂട്ടിനെ എടുക്കണ്ടെന്ന് പറഞ്ഞു അവർ. പിന്നെ തുമ്പി സ്റ്റിയറിങ് പിടിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മരാണ് കരയുന്ന മരം, അങ്ങനെ എന്തോന്ന് പറഞ്ഞത്. ഇത് ഹാരി പോട്ടർ സിനിമയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും ലോങ് ആയിട്ടുള്ള മരമാണ് ഇവിടുത്തെ. മോർണിംഗ് ഓവർ സൺഡേ മോർണിംഗ് 6 to 8. ഇത് ആന കഴിക്കുന്ന ഫ്രൂട്ടാണെന്ന് പറഞ്ഞ്. ആന മാത്രമേ കഴിക്കൂലെന്ന് പറഞ്ഞു. ആനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ വണ്ടിയിൽ കൂടി ഉണ്ടായവരും മൈസൂർ ഉണ്ടായവരാണ്. അവർക്ക് അവിടെ സ്വന്തമായിട്ട് റിസോർട്ടും കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒരു ദിവസം പോകാൻ. പിന്നെ ആ കാണുന്ന വൈറ്റ് ഫ്ലവറാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഫ്ലവറാണെന്ന് പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്ന ഫ്ലവറാണ്. അടിപൊളി. നമ്മളവിടെ പോയി ഫോട്ടോ എടുത്തു. പിന്നെ ഒരു ലേക്ക് കാണാൻ പോയി. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. രാജാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, കാലുവേദന ആയതുകൊണ്ട്. തുമ്പി അവർ സ്റ്റെയറിങ് പിടിച്ചിട്ട് ഏത് നേരം കറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ മരം ഏറ്റവും ഇതുള്ള മരം എന്ന് പറയും. പിന്നെ ഈ കാണുന്നതാണ് ആനേൻ്റെ മുഖം ഷേപ്പുള്ളൊരു ഇത്.
പിന്നെ ആ വെള്ളപ്പൂവിന്റെ ഒരു ഇതാണ് ആ വയലറ്റ് പൂ. ഇത് ഈ ക്ലോക്ക് ഒറിജിനലായിട്ട് കറങ്ങുന്നതാണ്, ഒറിജിനലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ 12 മണി ആയിട്ടുണ്ട്, അധികം ടൈം ആവാനായിട്ടുള്ളത് 11:55. ചാമരാജ വടയാർ മൈസൂർ കിങ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ ഇറങ്ങി, എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറങ്ങി എല്ലാവരോടും